കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. രേവതി നക്ഷത്രം മീനക്കൂറിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. മൃഗം ആനയാണ്. വൃക്ഷം ഇരിപ്പയാണ്. ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. യോനി സ്ത്രീ യോനിയാണ്. പക്ഷി മയിലാണ്. ഭൂതം ആകാശമാണ്. പൂഷാവ് എന്ന് പറയുന്ന ഒരു ദേവനാണ് ദേവതയായിട്ട് വരുന്നത്. അതിൻ്റെ ഇരിപ്പയാണ്. രേവതിയുടെ ആനയാണ് മൃഗം. ആനയൊന്നും നമുക്ക് വളർത്താൻ പറ്റത്തില്ല. ആനയെ സംരക്ഷിക്കുക, ആനയ്ക്ക് തീറ്റ കൊടുക്കുക, ആനയ്ക്ക് പഴവർഗ്ഗങ്ങൾ കൊടുക്കുക, ആനയ്ക്ക് ശർക്കര പായസം ഇങ്ങനെയൊക്കെയുള്ള കൊടുത്തു കണ്ടു കഴിഞ്ഞാൽ രേവതി നക്ഷത്രക്കാർക്ക് അത്യുത്തമമാണ്. ദേവഗണത്തിൽ സ്ത്രീ യോനിയിലും പെട്ടതായിട്ടുള്ള നക്ഷത്രമാണ്. അപ്പം ദേവഗണത്തിൽ സ്ത്രീ യോനിയിലും പെട്ട നക്ഷത്രം ആയതുകൊണ്ട് മീനക്കൂറുമാണ്. ഇപ്പോൾ സമയം പൊതുവേ ഈ രേവതി നക്ഷത്രക്കാർക്ക് മൊത്തം മോശമായിട്ടുള്ളൊരു സമയമാണ്. 10-ൽ ശനി നിൽക്കുക. 10, 4, 7, 10 ഭാവങ്ങളിൽ ശനി നിന്ന് കഴിഞ്ഞാൽ കണ്ടകശനി എന്നാണ് പറയുക. കണ്ടകശനി കൊണ്ടേ പോകുന്ന ചില ജന്മത്തിൽ 4, 7, 10 ശനി നിൽക്കുകയും അതിന് ബലപ്രാപ്തിയുള്ള ശനിയാണെങ്കിൽ നല്ലതായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാം. അല്ലെങ്കിൽ കണ്ടകശനി 2.5 വർഷം ഏറിടുന്ന ശനിയാണ് കണ്ടകശനി എന്ന് പറയുന്നത്. അപ്പം കണ്ടകശനി സമയത്തോടു കൂടിയുള്ള സമയമാണ്. അപ്പോൾ രേവതി നക്ഷത്രം ആയില്യം കേട്ട ബുധദശയിലെ ജന്മമാണ്. വിദ്യാഗുണത്തോടു കൂടി ജനിക്കുന്നതായിട്ടുള്ള കുട്ടികളായിരിക്കും രേവതി നക്ഷത്രത്തിൽ ബഹുഭൂരിപക്ഷവും. സ്ത്രീ യോനി ആയതുകൊണ്ട് ലാളിത്യമായിട്ടുള്ള സംസാരങ്ങളിൽ ലാളിത്യമായിട്ടുള്ള സ്വഭാവവും ഒരു സ്ത്രൈണ സ്വഭാവം കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കൂടെ കാണുന്ന ഒരു അവസ്ഥയിലുള്ള നക്ഷത്രം കൂടാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തിൽ നല്ല സൗന്ദര്യം, നല്ല ഭാര്യയ്ക്കതീതൻ, സ്ത്രീജിതൻ, കാമശീലം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവന്, ദേവഗണം, സ്ത്രീയോനി, ഇത്രയുമാണ് പൊതുവായിട്ട് ജ്യോതിശാസ്ത്രത്തിൽ രേവതി നക്ഷത്രത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ ഇത്രയും ഫലങ്ങളിൽ പല ഫലങ്ങളും പലരും അനുഭവിച്ച് യോഗാവസ്ഥയിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് വിദ്യാഗുണം ഉണ്ടാകേണ്ട സമയമാണ്. കൊച്ചുകുട്ടികൾ ഒരു 3.5 അല്ലെങ്കിൽ 7 വയസ്സ് വരെയുള്ള സമയത്ത് നല്ല വിദ്യയും മറ്റു കാര്യങ്ങളും ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരവസ്ഥാന്തരം രേവതി നക്ഷത്രക്കാർക്ക് പൊതുഫലത്തിൽ കാണുന്നുണ്ട്. അത് തന്നെയല്ല, ബാല്യസമയത്ത് മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. മൃഷ്ടാന്ന ഭോജനം, ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കാനും മൃഷ്ടാന്നമായിട്ട് ഭോജനം കഴിക്കാനും ആഹാരത്തോട് താല്പര്യമായിരിക്കും. അതുപോലെ തന്നെ മടിയിൽ ഏറ്റവും വലിയ താല്പര്യവും അന്യരിൽ നിന്ന് മടി ഒഴിച്ചു നിർത്തി അവരിൽ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കാണിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവത്തോടു കൂടിയായിട്ടുള്ള നക്ഷത്രം കൂടാണ് രേവതി നക്ഷത്രം. അന്യപുച്ഛം ഒരുമിച്ച് നിൽക്കുന്ന ഒരു മീനത്തെ 2 മീനുകൾ അന്യോന്യം പരസ്പര വിദ്വേഷത്തോടുകൂടി നിൽക്കുന്ന ഒരു രാശിയിലാണ് ഈ രേവതി നക്ഷത്രം ജന്മാവകാശം വഹിക്കുന്നത്. അതുകൊണ്ട് ചഞ്ചല ചിത്താഗതിയായിരിക്കും, ഒരുമയില്ലാത്തൊരു ചിത്താഗതി, ഇപ്പം പറയുന്നതല്ല നാളെ പറയുന്നത് എന്നുള്ളൊരു അവസ്ഥാന്തരം, ചഞ്ചല ചിത്തത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. 1, 2 ജോലിയോ തൊഴിലോ ചെയ്തതിന് ശേഷം മറ്റൊരു തൊഴിൽ കിട്ടാനുള്ള സാധ്യതാവസ്ഥയും രേവതി നക്ഷത്രക്കാർക്കുണ്ട്. നല്ല ഗുണങ്ങൾ ഉണ്ടാകാവുന്ന നക്ഷത്രമാണ് രേവതി. ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിയിരിക്കുന്ന ആൾക്കാരും രേവതി നക്ഷത്രത്തിൽ പറയപ്പെടേണ്ടതായിട്ടുണ്ട്. പൊതുവായിട്ട് പെട്ടെന്ന് ദേഷ്യം വരിക, ഉള്ളിലുള്ള കാര്യങ്ങൾ ഉള്ളിൽ തന്നെ അമക്കി വയ്ക്കുക, അല്ലെങ്കിൽ രഹസ്യ സ്വഭാവത്തോട് കൂടിയ കാര്യങ്ങൾ ചില സമയത്ത് ദേഷ്യത്തിൽ വരുന്ന സമയത്ത് പരസ്യമാക്കുക, മറ്റുള്ളവരുടെ അധപതനത്തിൽ സന്തോഷിക്കാൻ രഹസ്യമായിട്ട് സന്തോഷിക്കാൻ താല്പര്യമുള്ള ഒരു നക്ഷത്രം കൂടാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുന്നതിലും വിവാഹ ബന്ധത്തോടും കൂടുതൽ താല്പര്യം. അത് തന്നെയല്ല, മീനൻ രാശി ആയതുകൊണ്ട് അന്യപുച്ഛ 2 മീനുകളായതുകൊണ്ട് 7ാം ഭാവാധിപൻ ബുധനാണ്. അത് കന്നിരാശിയാണ്. 7ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. മീനം, മേട, ഇടവും, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി 7ാം ഭാവമായതുകൊണ്ട് ഒരു വിവാഹമോ 2 വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു വിവാഹം മാറിപ്പോയതിന് ശേഷം അല്ലെങ്കിൽ ഒരു വിവാഹം തടസ്സപ്പെട്ട് നിന്ന് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വിവാഹമോ നടക്കാനുള്ള യോഗമുള്ള, സ്ത്രീക്കാണെങ്കിലും പുരുഷന് യോഗമുള്ള ഒരാളാണ് ഈ രേവതി നക്ഷത്രക്കാർ. അതാണ് സ്ത്രീജിതൻ എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന, കാമശീലവും സ്ത്രീജനനുമാണെന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിശേഷിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയം അതാണ്. 35-40 വയസ്സിന് ശേഷം ഗുഹ്യരോഗങ്ങളും അല്ലെങ്കിൽ ത്വഗ് രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആചാര്യമതം പറഞ്ഞിരിക്കുന്നത്. ത്വഗ് രോഗങ്ങളും ഇതൊക്കെ ശ്രദ്ധിക്കുക. അതിന് നമ്മൾ നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രത്യേകം വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. സർപ്പക്കാവിൽ മഞ്ഞപ്പൊടി, ഉപ്പ്, മഞ്ഞൾ
നൂറും പാല് ഇതൊക്കെ നടത്തുന്നത് ത്വക്ക് രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു അവസ്ഥാന്തരമാണ്. അത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യത 35 വയസ്സിന് ശേഷം യോഗമുള്ള ഒരു അവസ്ഥാന്തരം കാണുന്നുണ്ട്. തന്നെയല്ല 35 വയസ്സിന് ശേഷം എന്ന് പറഞ്ഞാൽ ശുക്രദശ കഴിഞ്ഞതിന് ശേഷം ആദിത്യൻ്റെ ദശയാണ്. അപ്പോൾ ആദിത്യൻ രോഗകാരകത്വം വഹിക്കുന്നതും പിതൃവിനെ ആദിത്യനെ അലയാത്തൊരു അലയുമെന്നാണ് സാമാന്യനെയുള്ള പറച്ചിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് ആ സമയത്ത് രോഗകാരകനായിരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രനെയാണ് രോഗത്തിൻ്റെ കാരകത്തിലും 6ാം ഭാവം കൂടെ സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള അവസ്ഥാന്തരത്തിൽ അതിൻ്റെ ഗ്രഹങ്ങൾ എങ്ങോട്ടുള്ള വീക്ഷണമാണെന്നോട് ആലോചിച്ച ശേഷം മാത്രം രോഗം ചിന്തിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടാൻ ധന്വന്തരിയെ പ്രസാദിപ്പിക്കുക, ധന്വന്തരി ക്ഷേത്ര ദർശനം നടത്തുക. ധന്വന്തരി ക്ഷേത്രത്തിൽ കഷായധാര വെച്ചാൽ 4 മരങ്ങളാണ്, 4 ആയുർവേദ ഔഷധ മരങ്ങൾ. ആ 4 ആയുർവേദ ഔഷധ മരങ്ങളെ കൊണ്ട്, 4 എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, ഔഷധ മരങ്ങളെ കൊണ്ട് കഷായം ഉണ്ടാക്കി ബിംബത്തിൽ ആ ചൈതന്യത്തിൽ പുരുഷ സൂക്തവും കൂടെ ജപിച്ച് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ മന്ത്രമുണ്ട്, ധന്വന്തരി മന്ത്രമുണ്ട്. ആ മന്ത്രം ജപിച്ചിട്ട് അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങളും ഗുഹ്യ രോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുകയും അതുപോലെ തന്നെ ബലസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ധാതുക്ഷയങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയൊക്കെ കാണുന്നുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ, ആർശസ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ, ഉദരത്തിന് താഴോട്ടുള്ള ഭാഗങ്ങളിൽ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത രേവതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. കൂടുതലൊക്കെ നമ്മൾ ഗ്രഹനില വെച്ച് ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കിച്ച് അതിന് തത്തുല്യമായിട്ടുള്ള പരിഹാരങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് രേവതി നക്ഷത്രക്കാർക്ക് സുനിശ്ചിതമാണ്. ഒരുപാട് പേര് ഈ രേവതിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, നന്മയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. എല്ലാ രേവതി നക്ഷത്രക്കാർക്കും ഒരു നന്മയോടെ ചിന്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.